പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഈ പിതാവിൻ്റെ ഒരു നന്മ, കൃപ, സ്വഭാവം നമ്മളിൽ വരാൻ വേണ്ടി. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനെയാണ്. അഷ്ടസൗഭാഗ്യങ്ങളോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ അടുത്ത അഷ്ടസൗഭാഗ്യം ഇതാണ്. 9-ാമത്തെ വചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനം, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. ശ്രദ്ധിക്കുക, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം, രക്ഷയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. അപ്പോൾ രക്ഷയുടെ ഫലം അത് രക്ഷാകരമാകുന്നത് സമാധാനത്തിൽ അത് കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം അവിടെ 14-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ഹെബ്രായർ 12:14 ഇപ്രകാരം, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വളരെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്നു. വീണ്ടും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ അടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവനും ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശുവിൽ നമ്മൾ കാണുന്നു, ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയുന്നത് എന്താ? എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാർ എമ്മാവുസിലേക്ക് പോകുന്നു. വചനം പറയുന്നു, അവർ തർക്കിക്കുകയായിരുന്നു, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു, അവർ മ്ലാനവദനരായിരുന്നു. എന്നാൽ യേശു അവരുടെ അടുത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്കുള്ളിൽ വലിയൊരു സമാധാനം വന്നു. ഒന്ന്, എന്താണ് സമാധാനം സ്ഥാപിക്കുന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്, ആ വ്യക്തി, പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്നു. അല്ല, യേശു വഴി ശത്രുതയുടെ മതിലുകൾ ഇല്ലാതായി. അതാണ് യേശു ചെയ്തത്. യേശു വഴി ശത്രുതയുടെ മതിലുകൾ ഇല്ലാതായി. അവൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം സ്ഥാപിച്ചു. ഇതാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. ഇതാണ്, ഞാൻ സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തിയാകണം. ഇന്ന് ഞാൻ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു ശത്രുതയുടെ മതില് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ദൈവവും തമ്മിലുണ്ടോ? എന്താണ് അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചില കുടുംബങ്ങളിൽ തലമുറകളെ സ്വാധീനിക്കുന്ന പാപമുണ്ട്.
ഒന്നാമത്തെ കൽപ്പനയ്ക്കെതിരായ പാപങ്ങൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ കൽപ്പനയ്ക്കെതിരായ പാപങ്ങൾ, അങ്ങനെ തലമുറകളെ സ്വാധീനിക്കുന്ന ചില പാപങ്ങളുണ്ട്. ഇപ്പോൾ ഞാനായിരിക്കുന്ന കുടുംബം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതം വഴി ദൈവവുമായിട്ട് ഒരു സമാധാനത്തിലേക്ക് വരുന്നു. ഞാൻ അതിനൊരു വഴിയായിട്ട് മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആ ദൈവിക സമാധാനം ഇല്ല. ആ ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് ഞാൻ വരുന്നു. എനിക്ക് ഇന്ന് ആരോഗ്യമുണ്ട്. ഞാൻ ദൈവത്തോട് സഹകരിച്ച് ആ ദൈവവുമായിട്ട് എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന നഷ്ടപ്പെട്ട ബന്ധത്തെ ഞാൻ മാറ്റി ഇപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു സമാധാനത്തിലേക്ക് വരുന്നു. ഇതല്ലേ യേശുവിൻ്റെ ജനനത്തിലൂടെ സംഭവിച്ചത്? യേശുവിൻ്റെ ജനനത്തിലൂടെ സംഭവിച്ച അടിസ്ഥാനപരമായ കാരണം ഇതാണ്. ഇതാ, പാപം വഴി മനുഷ്യൻ അകന്നുപോയി, അല്ലേ? ദൈവം മനുഷ്യനെ നിർത്തി. എവിടെ നിർത്തി? ദൈവം മനുഷ്യനെ നിർത്തി ഏദൻ തോട്ടത്തിൽ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ നിർത്തി. പാപം സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം വരുന്ന ഒച്ച കേട്ടപ്പോൾ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി. ദൈവമല്ല ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്നത്. ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷമുള്ള സ്ഥലം, അല്ലെങ്കിൽ സമാധാനമുള്ള സ്ഥലം. കണ്ടോ, മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു. ദൈവം നിർത്തിയ സ്ഥലത്തുനിന്ന് അവൻ ഓടിപ്പോയി. ഇനി മനുഷ്യന് പറുദീസ കിട്ടുന്ന എവിടെയാ? യേശു കുരിശിൽ കിടക്കുന്നു. യേശുവിൻ്റെ വലതുവശത്തൊരു കള്ളൻ കിടപ്പുണ്ട്. അവൻ പറഞ്ഞു, അങ്ങ് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ. ആദം പറുദീസായിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോൾ ഇവൻ പറയുന്നു, പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ. ഈശോ പറഞ്ഞു, നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. കണ്ടോ, നഷ്ടപ്പെട്ട പറുദീസ, നഷ്ടപ്പെട്ട ദൈവബന്ധം പുനഃസ്ഥാപിക്കുന്നു. ദൈവവുമായിട്ടുള്ള സമാധാനം എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ വ്യക്തിയാവുക. ഇതിനാണ് ജോസഫ് നിന്നത്. ജോസഫ് അവിടെ ഒരു വ്യക്തിയാകുന്നുണ്ട്, അല്ലേ? ഈ നഷ്ടപ്പെട്ട ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ജോസഫ് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതനുസരിച്ചു. കണ്ടോ, ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ ജോസഫ് എന്ന വ്യക്തി, ഒരു സാധാരണ തച്ചൻ, ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ ലോകം മുഴുവനിലേക്കും രക്ഷയുടെ സമാധാനം എത്തി. അതിൻ്റെ പേരാണ് യേശു. ജോസഫ് ആ സമാധാനത്തിന് വഴിയാകുന്നുണ്ട്. ഇവിടെയാണ് ഒരു കുടുംബനാഥൻ്റെ റോള്. ഇവിടെയാണ് എൻ്റെ റോള്. ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട ഒരിടത്ത് ഞാൻ ദൈവിക സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയാവുക. പാപത്തിൻ്റെ സുഖം മാത്രം അന്വേഷിച്ച് നടന്നൊരു ഇടവക, ആ ഇടവകയിൽ ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന ഒരു സാധാരണ വൈദികൻ പോയിരുന്നപ്പോൾ ഇതാ, ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നിരുന്ന, സമാധാനമില്ലാതിരുന്ന ഒരു ഇടവക മുഴുവനും ദൈവത്തിലേക്ക് അടുക്കുന്നു. അവർ ദൈവവുമായിട്ട് സമാധാനത്തിലേക്ക് വരുന്നു. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അടുത്ത കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി മറ്റുള്ളവരുമായിട്ട് എപ്പോഴും സമാധാനത്തിൽ വർദ്ധിക്കുന്നു. മറ്റൊന്ന്, എന്നിലൂടെ സംഭവിക്കുന്ന ഒരു രക്ഷാനുഭവം. എനിക്ക് മറ്റൊരാളുമായിട്ട് സമാധാനത്തിൽ വർദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മറ്റൊരാളുമായിട്ട് സമാധാനത്തിൽ വർദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കുക. ശിഷ്യന്മാരുടെ വള്ളം കാറ്റിലും കോളിലും പെട്ടു. അടുത്ത വചനം, അവർ യേശുവിനെ വള്ളത്തിൽ കയറ്റി. അപ്പോൾ കാറ്റ് ശമിച്ചു, സമാധാനം ഉണ്ടായി. ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തിയാണോ? ഞാൻ ചെന്ന് കയറുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കണം. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതിരുന്ന കുടുംബം, അല്ലേ? നമ്മൾ വന്നു കയറുമ്പോൾ ഒരിക്കൽ രണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികളാണ്,
എനിക്കൊരുപാട് സങ്കടം തോന്നി. ഇവർ പറയുകയാ, ഇന്ന് ഞങ്ങളുടെ പപ്പ വരും, അതിനു മുമ്പ് ഞങ്ങൾ കിടന്നുറങ്ങും, പപ്പ വരുന്നത് ഞങ്ങൾക്ക് പേടിയാ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്ന് വെച്ചാൽ ഈ 2 കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല ഈ അപ്പച്ചൻ വന്ന് കയറുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് സമാധാനം? ഇന്ന് എല്ലാവരും പറയും, അച്ഛാ ഒരു സമാധാനമില്ല, എൻ്റെ ഭർത്താവ് കാരണം ഒരു സമാധാനമില്ല, അപ്പൻ കാരണം ഒരു സമാധാനമില്ല, അച്ഛാ അവൾ കാരണം ഒരു സമാധാനമില്ല, കുറേ നാളായച്ച സമാധാനം നഷ്ടപ്പെട്ടിട്ട്. ഇങ്ങനെ പറയുക, ഞാൻ സമാധാനം കളയുന്ന വ്യക്തിയാകുന്നു. കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജോലി സ്ഥലത്ത് ഒരുപാട് പ്രഷറുമായിട്ട് ഭർത്താവ് വന്നു കയറുമ്പോൾ എനിക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനർത്ഥം ഞാൻ യേശുവിൻ്റെ മകളല്ല, ഞാൻ യേശുവിൻ്റെ മകനല്ല. യേശുവിൻ്റെ മകനാണെങ്കിൽ നീ ആരായിട്ട് മാറും? നീ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാകും. അതുകൊണ്ടാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അല്ലേ? ഈ ഡിവിഷൻ ഉണ്ടാക്കുക, അല്ലേ? ഡിവിഷൻ ഈസ് ഓൾവേസ് കംസ് ഫ്രം ഈവിൾ സ്പിരിറ്റ്. അസ്വസ്ഥത, എപ്പോഴും ഡിസ്റ്റർബൻസ്, എപ്പോഴും. ചിലരൊക്കെ വന്ന് കാലെടുത്ത് വെച്ചാൽ പോരെ, എല്ലാ സമാധാനം മുഴുവൻ പോകും. ഞാൻ ഒരു വൈദികനാണ്. ഞാനൊരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ ആ ഇടവകയുടെ സമാധാനം പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാൻ ആരാണ്? ഞാൻ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ആശ്രമത്തിലുണ്ടായ സമാധാനം പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാനൊരു ദൈവം അയച്ച ഒരു പുരോഹിതനാണോ? ഞാനൊരു മെത്രാനാണ്. ഞാൻ മെത്രാൻ ഒരു രൂപത്തിലേക്ക് ചെല്ലുമ്പോൾ ആ രൂപയുടെ സമാധാനം പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാൻ ദൈവം അയച്ചൊരു വ്യക്തിയാണോ? സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മൾ ചിന്തിക്കണം, എല്ലായിടങ്ങളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുകയാണ്. ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. അവിടെ നമുക്ക് സമാധാനത്തോടെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അപ്പൻ, അമ്മ, മക്കൾ ഒരു മേശയ്ക്ക് ചുറ്റും ഭക്ഷണം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇന്നത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്ന് സമാധാനം ഇല്ല. നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നത് എവിടെയാ? നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നത് മറ്റു മാർഗങ്ങൾ തേടുകയാ, മറ്റു മാർഗങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാ. ദൈവം എന്നെ നിർത്തിയെടുത്ത് ഞാൻ സമാധാനം കൊടുക്കുന്ന, സമാധാനം നൽകുന്ന ഒരു വ്യക്തിയാണോ? വലിയൊരു പ്രതിസന്ധി, വർക്ക് പ്രഷർ, ടാർജറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. വർക്ക് പ്രഷർ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 12 hours ജോലി ചെയ്തിട്ട് എൻ്റെ ഭാര്യ നേഴ്സ് വീട്ടിലേക്ക് വരികയാണ്. പുറത്ത് നോക്കുക, ആ ഭാര്യ സാരമില്ല, അതൊക്കെ മാറ്റിവെക്ക്, ഭക്ഷണം കഴിക്ക്, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭർത്താവിനെ അല്ലെങ്കിൽ ആ ഭാര്യയെ ഭർത്താവ് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്നൊരു ഒരു സുരക്ഷിതത്വമുണ്ട്, അവൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് വർക്ക് പ്രഷർ ചുറ്റുമുണ്ട്. അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും 12 hours ഒക്കെ ജോലി ചെയ്യുന്ന, നഴ്സായിട്ട് ജോലി ചെയ്യുന്ന UK-യിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്കറിയാം എന്തോരം വർക്ക് പ്രഷറാണ്. അവിടുന്ന് വീട്ടിലേക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താ? അല്പസമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് ദൈവം എല്ലാ സാഹചര്യവും നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആ ഒരു കുറച്ച് സാഹചര്യത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നോക്കുന്നു. അത് പിന്നീട് സമയമുണ്ടെന്നേ ആ വ്യക്തിയെ ഒന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത ഇഷ്യൂ, അടുത്ത കാര്യങ്ങൾ പതുക്കെ പറ. നമ്മളെന്നിട്ട് ഇന്ന് കൗൺസിലിംഗ് തേടിപ്പോകും. ഇതിപ്പോൾ കൗൺസിലിംഗ് ആണ്, പെട്ടെന്ന് കൗൺസിലിംഗ് ആണ്. ധ്യാന കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിൽ കൗൺസിലിംഗ് ആണ്. ഒരു ഭർത്താവ് ഒരു ഭാര്യ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. നിന്റെ ഭാര്യയാണ്, നിന്റെ ഭർത്താവാണ് ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും നല്ല കൗൺസിലർ. ഒരു ഭാര്യയുടെ കൗൺസിലറെ, ഒരു ഭർത്താവിൻ്റെ കൗൺസിലർ വീട്ടിൽ തന്നെയുണ്ട്. അത് ധ്യാന കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന കൗൺസിലർ അല്ല. ഞാൻ അതിനെ എതിര് പറയുകയല്ല, ഒരു മനഃശാസ്ത്ര കൗൺസിലിങ്ങിനെ എതിര് പറയുകയല്ല. പക്ഷേ
നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത് എന്താ? എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കണം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, എൻ്റെ ഈ പ്രശ്നത്തിൽ എൻ്റെ കൂടെ നിൽക്കണം. ഇത്രയൊക്കെ. ഒരു വലിയ പ്രശ്നവുമായിട്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ കയറി വരുമ്പോൾ സാരമില്ല, അത് നമുക്ക് പരിഹരിക്കാം, നീ ഇതിനെ വിഷമിക്കുന്നത് നമുക്ക് ശരിയാകും, ഇത് പറയാൻ പറ്റുന്നിടത്താണ് ആ വ്യക്തിയുടെ ഉള്ളിൽ കയറുന്നൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ പുത്രിമാർ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബാന്തരീക്ഷം സമാധാനമില്ലാതായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് രോഗം വരുന്നു, പെട്ടെന്ന് പ്രഷർ വരുന്നു, ഭയങ്കര BP കൂടുന്നു, ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്നുണ്ട്. നമുക്കറിയാം, മനഃശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നത് 85% ഓഫ് ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക് എന്നാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ ജോലി പോകുന്നു, ജോലിക്ക് വേണ്ടി പ്രഷറിന് ഗുളിക കഴിക്കുന്നു, കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുന്നു, അല്ലെങ്കിൽ ആൻസൈറ്റിക്ക് ഗുളിക കഴിക്കുന്നു, ഡിപ്രഷന് ഗുളിക കഴിക്കുന്നു, എല്ലാത്തിനും ഏതിനും ഇപ്പം മരുന്ന് മെഡിസിനായി. പക്ഷെ ഞാൻ പറയട്ടെ നമ്മളുടെ സൗഖ്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സമാധാനമില്ലാത്തതാണ് ഏറ്റവും വലിയ എല്ലാ ഡിപ്രഷൻ്റെയും ആൻസൈറ്റിയുടെയും എല്ലാവിധ പല രോഗങ്ങളുടെയും കാരണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, എനിക്ക് ഞാൻ സമാധാനം കൊടുക്കുന്നൊരു വ്യക്തിയാകുന്നുണ്ടോ? എനിക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കണം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ്, നല്ലൊരു മനുഷ്യൻ, ഒരു ദുശീലങ്ങളൊന്നുമില്ല, അങ്ങേയറ്റം നല്ലൊരു ജോലിയാണ്, നല്ല സാലറി ഉണ്ട്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ, എനിക്ക് കുറേ ദിവസമായിട്ട് ഉറക്കമില്ല ഫാദർ, എനിക്ക് കുറച്ച് വചനം എഴുതി തരിക. അറിയാൻ വന്നിരിക്കുക, ഉറക്കമില്ല, ജോലിയിൽ ഭയങ്കര സ്ട്രെസ്. ഇദ്ദേഹം ഒരു ഉയർന്നൊരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം പറയുക, ഫാദർ, ഉറക്കമില്ല, ടോപ്പിൽ നിന്നുള്ള ഒരുപാട് പ്രഷറുണ്ട്, ചില കേസുകൾ പെൻഡിങ് ആകുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ അതൊക്കെ ഫാദർ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയാണ്, സമാധാനമില്ല ഫാദർ, ഉറങ്ങിയിട്ട് കുറേ ദിവസമായി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എല്ലാത്തിനും ഭാര്യയ്ക്ക് കംപ്ലൈൻ്റാണ്, എനിക്ക് എൻ്റെ വർക്ക്, ആ ജോലി ഇല്ലാതെ കുടുംബം എങ്ങനെ പോകും ഫാദർ, എനിക്ക് ഇതിനെല്ലാം സമയം കിട്ടുമോ, എനിക്ക് ചില തെറ്റുകൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാ കാര്യത്തിനും കംപ്ലൈൻ്റാണ് ഫാദർ, ഒരു സ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക, നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവരൊരു വലിയ പ്രശ്നമായിട്ട് വരുമ്പോൾ സാരമില്ല, ശരിയാകും, സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ സുവിശേഷം, നല്ല വാർത്തയാണത്. ജോസഫിന് സമാധാനം നഷ്ടപ്പെടുത്താമായിരുന്നു മറിയത്തിൻ്റെ, അല്ലേ? കാരണം ഓർത്ത് നോക്കിക്കേ, ഒരു സാധാരണ പുരുഷൻ്റെ ഒരു പുരുഷൻ്റെ ചില ചിന്തകളൊക്കെ വരും. ഒരു സാധാരണ പുരുഷൻ്റെ തലത്തിൽ നീന്തിച്ചേ, ഒരു ദാമ്പത്യ ജീവിതമൊക്കെ ആകുമ്പോൾ ചില വഴക്കുകളും ചില അസ്വസ്ഥതകളൊക്കെ വരും. എത്രയോ തവണ മറിയത്തെ കുറ്റപ്പെടുത്താം. പക്ഷേ മറിയം എത്ര ശാന്തമാണ്. ഒരിക്കലൊരു സിനിമ, ആ സിനിമയിൽ ഇവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നൊരു ചിത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറിയം ഇങ്ങനെ ജോസഫിൻ്റെ തോളിൽ ചാരിയിരിക്കുകയാണ്. മറിയത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കുഞ്ഞ് ശാന്തമായിട്ട് കിടക്കുന്നു. മറിയം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തോളിൽ ചാരി കണ്ണടച്ചിരിക്കുന്നു. ജോസഫ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക. എന്നോട് ഒരുപാട് ആ ചിത്രം സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, എത്ര ശാന്തമായിട്ടാണ് ആ ഭാര്യ ആ തോളിൽ ഉറങ്ങുന്നത്. കാരണം അവൾക്ക് ആ ശാന്തത വരുന്നത്, എൻ്റെ അടുത്ത് ഈ മനുഷ്യനുണ്ട്. ഈ മനുഷ്യനുള്ളപ്പോൾ
ഈ മനുഷ്യനറിയാതെ ഒന്നും വരില്ല. ആ കുഞ്ഞീശോ മടിയിൽ കിടപ്പുണ്ട്. കിടക്കാൻ കാരണം എന്താ? എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും തണലില്ല ഞാൻ. അതാണ് ആ സമാധാനത്തിൻ്റെ കാരണം. കണ്ടോ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈശോ നല്ലൊരു ഉദാഹരണം പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞു. ഞാൻ നല്ല ഇടയനാണ്. ഈശോ പറഞ്ഞു, ആടുകളെല്ലാം കയറ്റിയിട്ട് ഞാൻ മുമ്പേ നടക്കും. ആ ആടുകൾ ഒരു സമാധാനമുണ്ട്. എന്താ സമാധാനം? ഒരിടയൻ കാവല് കിടപ്പുണ്ട്. ഒരിടയൻ ഈ ആലയുടെ കുറുകെ കിടപ്പുണ്ട്. അവൻ്റെ ചങ്കിൽ ചവിട്ടാതെ ഞങ്ങളെ തൊടാൻ ഒരു ചെന്നായയും വരില്ല. അതാണ് അവരുടെ സമാധാനം. അതാണ് അവരുടെ സമാധാനം. ഞാൻ എൻ്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ വീർപ്പിച്ച്, ആ പ്രശ്നത്തെ സംസാരിച്ചും ആ പ്രശ്നത്തിൽ ഇടപെട്ടും അതിനെ കൂടുതൽ മോശമാക്കുകയാണോ? എന്നാൽ ആ പ്രശ്നത്തെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ, ആ പ്രശ്നത്തിൻ്റെ എല്ലാ സ്ട്രെസ്സും മനസ്സിലെടുത്തിട്ട് ആ സ്ട്രെസ്സിനെ മുഴുവനും ദൈവത്തോട് ചേർത്ത് വെച്ച് എൻ്റെ കുടുംബത്തെ മുഴുവനും ശാന്തമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ മക്കളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വന്നു കയറുമ്പോൾ ആ പ്രശ്നം ഒന്ന് ശാന്തമാകുന്നുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കണം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതാണ് ഈശോ വന്നിട്ട് കണ്ടോ, കഥ കടച്ച് പേടിച്ചിരിക്കുക ശിഷ്യന്മാര്. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഗുരുവിനെ കുരിശിൽ തറച്ചു കൊന്നു. ഇനി എന്ത് സംഭവിക്കും? അവർ പേടിച്ചിരിക്കുമ്പോൾ ഈശോ വന്ന് പറയുന്ന ആദ്യത്തെ വാക്ക്, നിങ്ങൾക്ക് സമാധാനം. മറ്റൊരർത്ഥം കൂടിയാണ് അതിനെ. ഞാനിവിടെ ഉണ്ടെന്നേ, ഐ ആം ഹിയർ ഫോർ യു. ഞാനിവിടെ നിൽപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പേടിക്കണ്ട, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ എന്തിനാ ഭയപ്പെട്ടത്? ഐ ആം ഹിയർ ഫോർ യു. ഈ ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിനെ സുവിശേഷം വിളിക്കുന്ന പേരാണ് ദൈവപുത്രൻ. അവർക്കറിയാം ഇനി എങ്ങനെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ പേര് പറഞ്ഞാൽ മതി, യേശുവിൻ്റെ പേര് പറഞ്ഞ് പുറത്തിറങ്ങി നടന്നാൽ മതി. ഒരാൾ തിരിച്ചറിഞ്ഞാൽ മതി, ഇവൻ യേശുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവനാണെന്ന്. തീർന്ന്. അങ്ങനത്തെ അന്തരീക്ഷത്തിൽ കഥ കടച്ച് പുറത്തു പോകാതെ, വേല ചെയ്യാൻ പറ്റാതെ, ഭക്ഷണം മേടിക്കാൻ പറ്റാതെ, അങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്ന ഒരു ശിഷ്യന്മാരുടെ മധ്യ വന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആശ്വാസം എന്താണെന്നറിയാവോ? അപ്പോൾ അവർക്ക് സംശയമല്ല, നിങ്ങളെൻ്റെ കൈ കാണുക. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുവിലൂടെ വെളിപ്പെടുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയാവുക. അല്ലേ? നമ്മൾ കുർബാനയ്ക്കൊക്കെ സമാധാനം കൊടുക്കും. നമ്മൾ കുർബാനയ്ക്കൊക്കെ സമാധാനം കൊടുക്കും. ഒരു പാർട്ട് ഓഫ് ലിറ്റർജി എന്നതിനപ്പുറത്തേക്ക് ഈ സമാധാനം നമുക്കിടയിലുണ്ടോ? അല്ലേ? കുർബാനയിൽ നമ്മൾ ഉദ്ധാനം ചെയ്ത ഈശോ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് സമാധാനം. സഹോദരൻ, നിങ്ങൾ സമാധാനം ആശംസിക്കുക. ആത്മാർത്ഥമായിട്ട് ഈ സമാധാനം ആശംസിക്കുന്നവരും ഇത് ഒരു കുർബാന പുസ്തകത്തിൽ ഒരു ലിറ്റർജിക്കൽ ഒരു ആരാധനക്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നു. ഈ സമാധാനം സ്ഥാപിക്കുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ എന്ന വ്യക്തി മാറുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമുക്ക് അവിടെ ഒരു ഡിവിഷൻ വരുന്നു. ഈ സമാധാനമാണ് ഈശോ കൊടുക്കാൻ പറയുന്നത്. നമുക്കിന്ന് സഭാ തലങ്ങളിൽ, സഭയുടെ ഭാവങ്ങളിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സമാധാനം കൊടുക്കാൻ വേണ്ടി നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ രണ്ടു പേർക്കിടയിൽ, മൂന്നാമത്തെ തലം അതാണ്, രണ്ടു പേർക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ സമാധാനത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് ആ പ്രശ്നത്തിൽ മാറുന്നുണ്ടോ? അതോ എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, ഞാൻ ആ പ്രശ്നത്തെ അതിന് വേണ്ടതെന്നറിയാവോ? ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി ദൈവമേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്ന വ്യക്തി സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്.
നീ പഠിച്ച ഫിലോസഫി, നീ പഠിച്ച തിയോളജി, നീ വായിച്ച പുസ്തകം, നോ, ഇത് വർക്ക് ചെയ്യില്ല. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു ഇഷ്യൂവിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ പറയും, അവിടെ പ്രശ്നം മറ്റൊന്നുമല്ല. ഞാൻ ആ പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയിൽ ജോസഫിന് സമാധാനം സ്ഥാപിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ജോസഫ് ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ്. യേശുവിന് സമാധാനം സ്ഥാപിക്കാൻ വന്നത്, യേശുവിനറിയാം ഞാൻ വന്നിരിക്കുന്നത് പിതാവിൽ നിന്നാണ്, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാവുക. എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അതാണ് പ്രാർത്ഥിക്കുക. ഞാൻ ദൈവമേ, ഈ ഒരു പ്രതിസന്ധിയിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് എൻ്റെ കുടുംബത്തെ, എൻ്റെ ഈ പ്രശ്നത്തെ കൊണ്ടുപോകുവാൻ, അങ്ങനെ ഒരു സമാധാനം സ്ഥാപിക്കുവാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ. ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറ്റണമേ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറ്റണമേ. ഞാനെന്ന ഭർത്താവിനെ, ഞാനെന്ന ഭാര്യയെ, ഞാനെന്ന വൈദികനെ, ഞാനെന്ന സിസ്റ്ററിനെ, ഞാനെന്ന മെത്രനെ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറ്റണേ. നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറ്റണേ. ഇനിയും എന്തോരം പ്രസക്തിയുള്ളൊരു പ്രാർത്ഥന നമുക്കും ഈ ആരാധനയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തോട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ഉദ്ധാനത്തിന് ശേഷം യേശു വരുന്നുണ്ടോ അവിടെയെല്ലാം യേശു പറയുന്നൊരു കാര്യം ഇതാണ്: എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. യേശുവിൻ്റെ കുരിശ് കണ്ട് ഭയപ്പെട്ടു പോയൊരു ശിഷ്യന്മാർ, പ്രതീക്ഷ മങ്ങിപ്പോയൊരു ശിഷ്യന്മാർ, ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കീഴിൽ മുറിയടച്ചിരിക്കുന്ന ശിഷ്യന്മാർ, അവരുടെ മധ്യ വന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഓരോ ആരാധനയിലും വിശുദ്ധ കുർബാന ഉയരുമ്പോൾ ഉദ്ധാനം ചെയ്ത യേശു പറഞ്ഞ അതേ വചനം വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മളോട് പറയുകയാ: എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഓരോ കുർബാനയിലും യേശു കരങ്ങൾ ഉയരുമ്പോൾ, ഓരോ അരളിക്കയിലും യേശു ഉയരുമ്പോൾ ഉയരുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ്. ആരുടെ മുമ്പിലാണ് ഉയരുന്നത്? ഭയത്തിൻ്റെ കീഴിൽ, ദുഃഖത്തിൻ്റെ കീഴിൽ, പ്രശ്നങ്ങളുടെ കീഴിൽ, പരാജയങ്ങളുടെ കീഴിൽ, തകർച്ചയുടെ കീഴിൽ ജീവിതം കൊണ്ടുപോയി വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ഉയരുന്ന അരുളിക്ക പറയുകയാണ്: നിങ്ങൾക്ക് സമാധാനം. ഒരു പക്ഷെ ഒരു TV സ്ക്രീനിന്റെ മുമ്പിലിരുന്ന് നീ എന്ന ദൈവ പൈതൽ ഇത് കാണുമ്പോൾ, നിന്റെ കുടുംബത്തിലിരുന്ന് ഈ ശുശ്രൂഷ നീ കാണുമ്പോൾ, നീ മനസ്സിലാക്കണം, ഉയരുന്ന അരുളിക്ക പറയുന്ന വാക്യം ഇതാണ്: നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അശാന്തിയുടെ, അസമാധാനത്തിൻ്റെ, പ്രശ്നങ്ങളുടെ, രോഗങ്ങളുടെ, തകർച്ചയുടെ നാളുകൾ എണ്ണിപ്പെറുക്കിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ഈ അരുളിക്ക, ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ ഒരൊറ്റക്കാര്യമേ പറയുന്നുള്ളൂ: നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്തുകൊണ്ടാണ് നീ സമാധാനം അനുഭവിക്കേണ്ടത്? ഐ ആം ഹിയർ ഫോർ യു. ഞാൻ ഇവിടെ നിനക്കായിട്ട് ഉണ്ട്. ഐ ആം ഹിയർ ഫോർ യു. ഞാൻ ഇവിടെ ഈ അരുളിക്കയിൽ, ഈ അൾത്താരയിൽ നിനക്കായിട്ടുണ്ട്. നീ ഏത് കാര്യത്തെ ഓർത്ത് അസമാധാനപ്പെടുന്നുവോ, നീ ഏത് കാര്യത്തെ ഓർത്ത് ഭാരപ്പെടുന്നുവോ, നീ ഏത് കാര്യത്തെ ഓർത്ത് ദുഃഖിക്കുന്നുവോ, നീ ഏത് കാര്യത്തെ ഓർത്ത് സങ്കടപ്പെടുന്നുവോ, ഐ ആം ഹിയർ ടു കൺസോൾ യു. ഐ ആം ഹിയർ ടു ഡെലിവർ യു. ഐ ആം ഹിയർ ടു സേവ് യു. ഞാൻ ഇവിടെയുണ്ട് നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ. ഐ ആം ഹിയർ ഫോർ യു. ഇതാണ് ഓരോ ഉയരുന്ന അരുളിക്കയും ഓരോ ഉയരുന്ന കുർബാനയും പ്രിയപ്പെട്ട മക്കളെ നമ്മളോട് പറയുന്ന സത്യം. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം, നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. ഇതാ തടവറയിൽ യേശുവിനെ ആരാധിച്ചവർ, ഇതാ മൂടപ്പെട്ട അടച്ചുപൂട്ടിയ ഒരു മുറിക്കുള്ളിൽ ഭയന്നിരുന്ന ശിഷ്യന്മാർ, അവർ ഇരുന്നത് പോലെ ഒരു പക്ഷെ ഭയത്തിൽ നമ്മൾ ഇരിപ്പുണ്ട്. നമുക്ക് ഈശോയെ ആരാധിക്കാം ഈ മണിക്കൂറിൽ. ഈശോയെ, ഇതാ ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാ നീ സമാധാനമായിട്ട് കടന്നു വരണമേ. നീ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ശക്തമായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ദൈവപിതാവേ സ്നേഹതാതനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന. യേശുവേ കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ വചനത്തിൻ്റെ അഭിഷേകത്തോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യപ്പെട്ടവൻ ആയിട്ട് ഭാഗ്യപ്പെട്ടവളായിട്ട് മാറുന്നതിൻ്റെ
അടുത്ത വഴി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. മത്തായി 5:9 സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യേശു എന്ന ദൈവപുത്രനിലൂടെ എന്താണ് ദൈവം ആഗ്രഹിച്ചത്? ഇതാ, അവൻ വഴി ശത്രുതയുടെ മതിലുകൾ തകർത്തു. അവൻ വഴി ശത്രുതയുടെ മതിലുകൾ തകർത്തു. എവിടെയാണ് അത് തകരുന്നത്? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ഇതാ ദൈവം വരുന്ന ഒച്ച കേട്ടപ്പോൾ മനുഷ്യൻ ഓടിമാറി. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് ഓടി ഒളിച്ചു. അവിടെയാണ് ശത്രുത വന്നത്. ഇനി അത് മാറുന്നത് എവിടെയാ? ഇനി അത് മാറുന്നത് നമ്മൾ കാണുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോടൊപ്പം നടക്കുന്നു. എന്നാൽ പാപം വന്നപ്പോൾ ആ ഒപ്പം നടപ്പില്ലാതായി. എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ മനുഷ്യൻ ഓടിമാറി. എന്നാൽ ദൈവം ഒപ്പം നടക്കാൻ തുടങ്ങുകയാണ്. ഇതാ ദൈവം മനുഷ്യാവതാരത്തിലൂടെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ബന്ധത്തെ അവിടെ ഇണക്കി ചേർക്കുകയാണ്. മനുഷ്യൻ കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചപ്പോൾ പാപം വന്നു. ഇനി അതിന് പരിഹാരം എന്താണ്? പരിഹാരം ഒന്നേ ഉള്ളൂ. ദൈവം അവന് ഭക്ഷണമാകണം. ഇതാ, ഇത് കഴിക്കുന്നവൻ മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ മാറുന്നത് എന്താണ്? അവിടെ മാറുന്നത് പാപം വഴി വന്ന ശത്രുതയാണ്. അതായിരുന്നു ദൈവപുത്രന്റെ ദൗത്യം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അകൽച്ചയില്ലാതാക്കുക. അതാണ് കുർബാന. അപ്പോൾ ഓരോ കുർബാനയും സമാധാനം സ്ഥാപിക്കുകയാണ്. എൻ്റെ കുടുംബം, ഒരുപക്ഷെ എൻ്റെ കഴിഞ്ഞ തലമുറകൾ പാപത്തിലായിരിക്കാം. എൻ്റെ കഴിഞ്ഞ തലമുറകൾ ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചൊരു തലമുറയായിരിക്കാം. എൻ്റെ കഴിഞ്ഞ തലമുറ ചില പാപത്തിൻ്റെ ബന്ധത്തിലായിരിക്കാം. ഇപ്പോൾ നീ ഇവിടെയുണ്ട്. നീ എന്തു ചെയ്യണം? നീ ഈ രക്ഷ ഏറ്റെടുത്ത് നിന്റെ കുടുംബവും, കഴിഞ്ഞ തലമുറകളിലൂടെ നിന്റെ കുടുംബവും ദൈവവുമായിട്ട് വന്ന ശത്രുതയുടെ മതിൽക്കെട്ടുകൾ നീ തകർക്കണം. നീ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട്. അതാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്ന് വെച്ചാൽ നീ യേശുവിലൂടെ പൂർണ്ണമായ രക്ഷ നീ സ്വീകരിച്ചുകൊണ്ട് നിന്റെ കഴിഞ്ഞ തലമുറയും അതുവഴി ഇന്ന് നിന്റെ കുടുംബവുമായിട്ട് നിലനിൽക്കുന്ന, ദൈവവുമായിട്ട് നിലനിൽക്കുന്ന ആ ശത്രുതയുടെ മതിലുകൾ തകർത്ത് നീ നിന്റെ കുടുംബത്തിൽ ദൈവിക രക്ഷയുടെ സമാധാനത്തിന്റെ വഴിയാവുക. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിലൂടെ എൻ്റെ കുടുംബം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക് വരണം. എന്നിലൂടെ എൻ്റെ കുടുംബം നഷ്ടപ്പെട്ട ദൈവബന്ധത്തിലേക്ക് വരണം. അപ്പോൾ വചനം പറയുകയാണ്, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്ക് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് തലമുറകളായിട്ട് വന്ന ചില പാപത്തിൻ്റെ കീഴിലാണ്. ഒരുപക്ഷെ ചിലരെങ്കിലും അസ്വസ്ഥപ്പെടുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ വചനം പറയുന്നു, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതിനാൽ ഇപ്പോൾ ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന ഭാര്യ, ഞാനെന്ന മകൻ, ഞാനെന്ന മകൾ, ഞാനെന്ന വ്യക്തി ഇവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എന്തിനാണ്? എൻ്റെ കുടുംബവും ദൈവവുമായിട്ട് ഉണ്ടായ ശത്രുതയുടെ മതിൽക്കെട്ടുകൾ മാറ്റി ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ചില പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ, ചില ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ അതിൻ്റെ കീഴിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. യേശുവേ,
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് എൻ്റെ കുടുംബവും ദൈവവുമായിട്ടുള്ള ശത്രുതയുടെ മതിൽക്കെട്ടുകൾ മാറിപ്പോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന അന്തരീക്ഷം ദൈവവും ഞങ്ങളുമായിട്ട് വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തണലിൽ ഒരു ഭാര്യ നിൽപ്പുണ്ട്. സമൂഹമറിഞ്ഞാൽ കല്ലെറിയപ്പെടേണ്ടവൾ എത്ര ശാന്തമായിട്ടാണ് ആ കരത്തിൻ്റെ കീഴിൽ ഉറങ്ങുന്നത്. കാരണം ജോസഫ് അടുത്തുണ്ട്. മറിയത്തിൻ്റെ സമാധാനത്തിൻ്റെ കാരണം ജോസഫാണ്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടും. ഒരു ചെറുപുഞ്ചിരിയോടെ യഥാർത്ഥത്തിൽ കൊല്ലപ്പെടേണ്ടവൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞിനൊന്നും പറ്റാതെ സൂക്ഷിക്കുന്ന ജോസഫ് എന്നൊരു അപ്പനുണ്ട്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞ് ഹെരോദസിന്റെ പടയാളികൾ നാട് മുഴുവനും അരിച്ചു പെറുക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി. എന്നാൽ ഒരു ചെറുപുഞ്ചിരിയോടെ, ഒരു നല്ല വീടിന്റെ സുരക്ഷിതത്വം പോലുമില്ലാതെ ആ കുഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ കാരണം തൊട്ടടുത്ത് ഈ ജോസഫ് ഉണ്ട് എന്നതാണ്. അവിടെയാണ് വചനം, സമാധാനം സ്ഥാപിക്കുന്നവർ. എൻ്റെ അടുത്ത് നിൽക്കുന്നവർ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം സമാധാനം കൊടുക്കുന്നതാകുന്നുണ്ടോ? എൻ്റെ മക്കൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, എൻ്റെ മക്കളുടെ മേൽ ഒരുപാട് പ്രതിസന്ധികളും സ്ട്രെസ്സും വരുമ്പോൾ, ഞാനെന്ന മാതാപിതാക്കൾക്ക് അവരെ പൊതിഞ്ഞു പിടിക്കാൻ, അവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഭർത്താവ് ജോലി സ്ഥലത്തെ ഒരുപാട് സ്ട്രെസ്സും ഭാരവും ടെൻഷനുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ, ഞാനെന്ന ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട എൻ്റെ ഇടവകയിലെ ഒരു കുടുംബം അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ, സാരമില്ല എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൻ്റെ അടുത്ത് സമാധാനമായിട്ട് ചെല്ലാൻ ഞാനെന്ന പുരോഹിതന് സാധിക്കുന്നുണ്ടോ? Then you become the son of God. നീ ദൈവപുത്രനായിട്ട് മാറുന്നുണ്ട്. അതാണർത്ഥം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ വന്ന് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എത്ര പെട്ടെന്നാണ് അവരുടെ ബലം തിരിച്ചു വന്നത്, എത്ര പെട്ടെന്നാണ് അവർ ആഹ്ലാദഭരിതരായത്. അവരെ വിളിക്കുന്ന പേരാണ് ദൈവപുത്രൻ. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം.
ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക് അവരൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ അവരുടെ കലുഷിതമായ മനസ്സിനെ ശാന്തമാക്കുന്നൊരു വ്യക്തിയാണോ? എൻ്റെ ഇടവകയിലെ ഒരു കുടുംബം, എൻ്റെ സമൂഹത്തിലെ ഒരു വ്യക്തി, എന്നോടൊപ്പം ജോലി ചെയ്യുന്നൊരു വ്യക്തി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട് നഷ്ടം തിരിയുമ്പോൾ എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ അവർക്കൊരു സമാധാനത്തിൻ്റെ തുരുത്തായിട്ട് മാറുന്നുണ്ടോ? എങ്കിൽ നീ യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന ഭർത്താവ് യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന ഭാര്യ യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന അപ്പൻ യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന വികാരിയച്ഛൻ യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന സമർപ്പിതൻ യേശുവിൻ്റെ റോളിലാണ്. നീ എന്ന സമർപ്പിത യേശുവിൻ്റെ റോളിലാണ്. നീ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാകുമ്പോൾ അവരുടെ പ്രതിസന്ധികളിൽ സമാധാനം, യേശുവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ പ്രാർത്ഥന, എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, ഈശോ സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ നടത്തുമവൻ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തുമവൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു വചനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. യാക്കോബ് 3:18. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ഞാൻ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഇടവകയിൽ, ഭിന്നിച്ചു നിൽക്കുന്ന ഒരിടവകയിൽ ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? ഭിന്നിച്ചു നിൽക്കുന്ന സഭയിൽ ഞാനെന്ന മെത്രാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന 2 കുടുംബാന്തരീക്ഷങ്ങളിൽ ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ? യേശുവേ, നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് മാറ്റണേ. ഞങ്ങളുടെ കുടുംബം ഒരുപാട് പ്രതിസന്ധികളിലാണ്, ഒരുപാട് പ്രശ്നങ്ങളിൽ ഞങ്ങൾ അസ്വസ്ഥപ്പെടുന്നു. യേശുവേ, നീ വന്ന് സമാധാനം നൽകണമേ. എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ എൻ്റെ മക്കൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. യേശുവേ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു 2 കരങ്ങൾ ഉയർത്താം. സമാധാനമില്ലാത്ത എല്ലാ അന്തരീക്ഷങ്ങളെയും, എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും യേശുവേ, നീ കടന്നു വന്ന് സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ, സഭയിൽ, കുടുംബങ്ങളിൽ യേശുവേ, നീ സമാധാനത്തിൻ്റെ വഴി തുറക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയെല്ലാം സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടോ, എവിടെയെല്ലാം ഭിന്നതയുണ്ടോ, എവിടെയെല്ലാം ഡിവിഷനുണ്ടോ, അവിടെയെല്ലാം യേശുവേ, ഈ സമാധാനത്തിൻ്റെ വഴി തുറക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. പരിശുദ്ധ പരമ
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനമായി നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ അഭിഷേകമാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.